രാത്രി ലൈവില് ജാസ്മിനും ഗബ്രിയും ഇരുന്ന് ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ട്. രണ്ടുപേരും വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. ജാസ്മിൻ ഫുൾ ടൈം കരഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അവിടെ ഗബ്രി ഇരുന്ന് ഓരോന്നിരുന്ന് പറയുന്നുണ്ട്, ജാസ്മിൻ നീ എന്താണ് എന്നെ മനസ്സിലാക്കാത്തത്, എനിക്ക് നിന്നോട് പല കാര്യങ്ങളും പറയണമെന്നുണ്ട്, ഞാൻ പറയാൻ തുടങ്ങുമ്പോഴേക്കും നീ അത് മനസ്സിലേക്ക് എടുത്ത് ഭയങ്കരമായിട്ട് കരയുന്നു, റിയാക്ട് ചെയ്യുന്നു, അതുകൊണ്ട് എനിക്കൊന്നും നിന്റെ അടുത്ത് തുറന്നു പറയാനായിട്ട് സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഗബ്രി സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് ജാസ്മിൻ അവിടെ ഇടയിൽ കൂടി പറഞ്ഞൊരു വാചകം, അത് അത്ര ക്ലാരിറ്റിയോട് കൂടിയല്ല പറയുന്നത്. അവിടെ പറഞ്ഞൊരു വാചകം എന്തെന്നാൽ, നീ എന്താണ് ഗബ്രി എന്നെ മനസ്സിലാക്കാത്തത്, എൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാത്തത്, എൻ്റെ വീട്ടുകാർ പോലും എന്നെ വിളിച്ചു പറഞ്ഞത് എന്തിനാണ് എന്ന് എനിക്കറിയില്ല, എന്താണിപ്പോൾ നടക്കുന്നതെന്ന് എനിക്കറിയില്ല, വീട്ടിൽ നിന്ന് അത്രയും പറഞ്ഞിട്ട് പോലും ഞാൻ നിൻ്റെ അടുത്ത് ഈ കാണിക്കുന്നത്, എന്നിട്ട് നീ എന്താ തിരിച്ചറിയാത്തത് എന്നുള്ള രീതിയിൽ അവിടെ ജാസ്മിൻ ഗബ്രിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു രാത്രി ലൈവിൽ. അപ്പോൾ വീണ്ടും വീട്ടുകാർ വിളിച്ച് സംസാരിച്ചതിനെ കുറിച്ച് അവിടെ ഗബ്രിയുടെ അടുത്ത് സംസാരിക്കുകയാണ് ജാസ്മിൻ. അപ്പോൾ വീട്ടിൽ നിന്ന് കൃത്യമായി പുറത്തു നടക്കുന്ന കാര്യം ആ ഒരു റിലേഷൻ നല്ലതല്ല എന്നുള്ള ഒരു വിലക്ക് ജാസ്മിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കിട്ടിയത് കൊണ്ടാണ് ജാസ്മിൻ അവിടെ ഭയങ്കരമായിട്ട് ഓവർ റിയാക്ട് ചെയ്തതും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും. പക്ഷേ വീണ്ടും ജാസ്മിന് ഗബ്രിയുമായിട്ടുള്ള ആ ഒരു കോംബോ വർക്കൗട്ട് ചെയ്യാനാണ് താല്പര്യം തോന്നിയത്. വീണ്ടും ആ കോംബോ വർക്കൗട്ട് ചെയ്തു. പക്ഷേ ഇപ്പോൾ ജാസ്മിൻ എത്തി നിൽക്കുന്നത് അവിടെ ഗബ്രിയുമായിട്ടുള്ള പ്രണയത്തിലാണ്. പക്ഷേ ഗബ്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു പോസിറ്റീവ് റിപ്ലൈ ഇതുവരെ അവിടെ ജാസ്മിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ജാസ്മിൻ ഇപ്പോൾ കുഴപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ജാസ്മിൻ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, നീ എൻ്റെ അടുത്ത് പ്രണയമാണ് എന്നുള്ള തരത്തിൽ പെരുമാറുകയും എന്നാൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നീ ഫ്രണ്ട്സ് ആണെന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ കാണുന്നവർ അത് തെറ്റിദ്ധരിക്കില്ലേ ഗബ്രി, നമുക്ക് തമ്മിൽ പ്രണയമുണ്ട് എന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം, നീ തൊടുന്നതും എൻ്റെ അടുത്ത് നോക്കുന്നതും കാണിക്കുന്നതും എല്ലാം പ്രണയത്തോടെയാണ്, പക്ഷെ എന്നിട്ട് മറ്റുള്ളവരോട് പറയുന്നത് ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആണെന്ന്. അപ്പോൾ എല്ലാവരും എന്നെയല്ല കൂടുതൽ തെറ്റിദ്ധരിക്കുന്നത്, ഞാൻ മോശക്കാരിയായി മാറുകയല്ലേ എന്നുള്ളതാണ് ജാസ്മിൻ്റെ ചോദ്യം. പക്ഷേ അതിന് കൃത്യമായൊരു ഉത്തരം നൽകാനായിട്ട് ഗബ്രിക്ക് സാധിക്കുന്നില്ല. ഗബ്രി പറയുന്നത്, എനിക്ക് നിന്നോട് പ്രണയമുണ്ട് ജാസ്മിൻ എന്ന് തന്നെയാണ്, എനിക്ക് നിന്നോട് ഫ്രണ്ട്സാണ്, നിന്റെ അടുത്ത് എനിക്ക് പ്രണയമുണ്ട്. പക്ഷേ അവിടെ ഒരു പക്ഷി നിൽക്കാണ്. ആ പക്ഷിയാണ് ഇപ്പോൾ ജാസ്മിനെ കുഴപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് ജാസ്മിൻ കുറേ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിന് കൃത്യമായി ഉത്തരം നൽകാൻ ഗബ്രിക്ക് കഴിയുന്നുമില്ല.